ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വലിയുള്ളി വെച്ചിട്ടൊരു തോരന്. 3 വലിയുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. 2 അല്ലി കറിവേപ്പില, ഒരു അരമുറി തേങ്ങ, പിന്നെ പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയുള്ളി കട്ട് ചെയ്തിട്ട് വരാം. സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. ഇനി കടുക് പൊട്ടിക്കാം. ചട്ടി ചൂടായി. നമുക്ക് കറിവേപ്പില ഇട്ടെടുക്കാം. അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് വെന്തെടുക്കാം. കുറച്ച് ഉപ്പിട്ടെടുക്കാം. ഇത് ഒരു തവണ തന്നെങ്കിലും ഉണ്ടാക്കി നോക്കണ്ടേ, നല്ല ടേസ്റ്റാണ്. ഇത് മതി, കറി പോലും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, അത്രയും ടേസ്റ്റ്. അത് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഞാൻ ഇതിലേക്ക് ചമ്മന്തി അരച്ചല്ലോ, അതിൽ തേങ്ങ ചമ്മന്തി ആക്കിയാണ്ട് അരച്ച അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് കുട്ടിയൊക്കെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാനേ, ചോറുക്ക് ചോറ്റുപാത്രത്തിലൊക്കെ ഇട്ട് കൊണ്ടുപോകും, നല്ല ടേസ്റ്റാണ് ഇത്. അതുപോലെ എന്താ പറയുക, നമ്മൾ പൊതിച്ചോറുണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് പൊതിച്ചോറ് പൊതിഞ്ഞാൽ അത് തുറക്കുമ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ് ഇത്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചെറിയതാക്കി അരിഞ്ഞതുകൊണ്ടും പിന്നെ ഉപ്പിട്ടതുകൊണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. വെള്ളം ചേർത്താതെ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്നവർക്കിടാം. ഇനി ഒന്നും കൂടെ നമുക്ക് അടച്ചെടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. അത് റെഡിയായേ. അങ്ങനെ നമ്മുടെ വലിയുള്ളി കൊണ്ടുണ്ടാക്കിയ തോരൻ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.